നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നണികൾ എത്രമാത്രം തറക്കളികൾ കളിച്ചു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണത പുറത്തു വരികയാണ്. ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി, മോദി സർക്കാരിലെ ഏറ്റവും ജനപ്രിയനായ ഒരു മന്ത്രി, ആ ജനപ്രിയനായ മന്ത്രിക്ക് പ്രതിപക്ഷം പ്രധാനമന്ത്രി പദം പോലും വാഗ്ദാനം ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നാഗ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ നിതിൻ ഗഡ്കരി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. പ്രതിപക്ഷ നിരയിലെ ഒരു പ്രമുഖൻ ഒരു ഓഫറുമായി തന്നെ സമീപിച്ചു. പ്രധാനമന്ത്രി പദം ആയിരുന്നു മുന്നോട്ട് വച്ച ഓഫർ. അതേസമയം താൻ ചില കാര്യങ്ങൾ ആ നേതാവിനോട് പറഞ്ഞു. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രവും ഒരു ഉറച്ച വിശ്വാസവുമാണ് തന്നെ നയിക്കുന്നതെന്ന് ആ നേതാവിനോട് നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയതായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും അപ്പുറം തന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ. ഒരു ഓഫറിനും എന്നെ പ്രലോഭിപ്പിക്കാനാകില്ല. നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഈ നേതാവ് ആരെന്നോ ഏത് പാർട്ടിയുടെ നേതാവെന്നോ ഇപ്പോൾ നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ എത്രമാത്രം അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപും ഉണ്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ. ഏത് നീചപ്രവൃത്തിയും എത്ര തറക്കളിയും കളിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന വ്യക്തിയെ മൂന്നാമതും പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് അകറ്റി നിർത്താൻ കോൺഗ്രസും 12 സഖ്യകക്ഷികളും ചേർന്ന ഇന്ത്യ മുന്നണി ശ്രമിച്ചു എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാലെയും ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞു നടന്നു. അന്നേ എന്തോ ഗൂഢാലോചനയുടെ സൂചനകൾ NDA സഖ്യത്തിൽ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഏറ്റവും അധികം രാജ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്, ആ നേതാവിനെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യവും നടത്തിയെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയും NDA പിളർത്തിക്കൊണ്ട് BJPയെ പിളർത്തിക്കൊണ്ട് BJPയിൽ തന്നെ ഒരു ആഭ്യന്തര കലഹത്തിനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരിക്കുന്നു. ആ ശ്രമം പൂർണ്ണമായും പരാജയപ്പെടുന്നു. നിതിൻ ഗഡ്കരി കൃത്യമായി പറഞ്ഞതാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. RSSലൂടെ കടന്നു വന്ന് RSSലൂടെ വളർന്ന് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഒന്നിലെത്തുമ്പോഴും BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന വ്യക്തി കൂടിയാണ് നിതിൻ ഗഡ്കരി എന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ വളരെ കൃത്യമായി ആ നേതാവിനോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഉറച്ച പ്രത്യയശാസ്ത്രത്തിലും ഉയർന്ന മൂല്യബോധത്തിലുമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനം എനിക്ക് സ്വപ്നം കാണുന്നതിനും അപ്പുറമുള്ള പദവികൾ തന്നിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അതുകൊണ്ട് ഇനി പ്രധാനമന്ത്രി പദമെന്നല്ല, ലോകത്തെ ഏത് പ്രലോഭനം നിങ്ങൾ നൽകിയാലും അതൊന്നും തന്നെ എനിക്ക് കാര്യമല്ല. എനിക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നാൽ മതി. അപ്പോൾ ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ഒരു തലമുതിർന്ന കാരണവരെ പോലും ചാക്കിട്ട് പിടിക്കാമെന്ന് ഈ കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യവും വ്യാമോഹിച്ചുവെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലുള്ള ആളുകളെ പോലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ അപ്പക്കഷ്ണം വീഴുമ്പോൾ മനസ്സുമാറുന്ന ആളുകളല്ല നിതിൻ ഗഡ്കരിയെ പോലെ നരേന്ദ്രമോദിയെ പോലെയുള്ള സംഘപരിവാറിൻ്റെ പുത്രന്മാർ എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രീയ അട്ടിമറികൾക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യവും പരമാവധി ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത്. എത്രത്തോളം നീചമായ പ്രവൃത്തി നടത്തിയും നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടയണമെന്നുള്ള കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെയും മമതാ ബാനർജിയുടെയും അഖിലേഷ് യാദവിൻ്റെയും ഒക്കെ ഉള്ളുകളികളാണ് ഇപ്പോൾ ഓരോന്നായി പൊളിഞ്ഞു പാളീസായി കൊണ്ടിരിക്കുന്നത്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.